മറ്റു റിപ്പോർട്ടുകളിലേക്കാണ്. കൊല്ലത്ത് അന്തർ സംസ്ഥാന ബസിന്റെ അപകട യാത്ര. തമിഴ്നാട്ടിലെ വെട്രി ട്രാവൽസിന്റെ ബസ് മറ്റൊരു വാഹനത്തിൽ ഇടിച്ച് നിർത്താതെ പോയി. തെന്മലയ്ക്കും ആര്യങ്കാവിനുമിടയിൽ ഇന്നലെയായിരുന്നു സംഭവം. അപകടത്തിൽപ്പെട്ട വാഹനവുമായി യുവാക്കൾ ബസിനെ പിന്തുടർന്ന് തടഞ്ഞു വെക്കുകയായിരുന്നു. ബസ് ഡ്രൈവർ മദ്യലഹരിയിലാണെന്ന് പിന്തുടർന്ന് പിടികൂടിയ യുവാക്കൾ പറയുന്നു. ബസിൽ പേടിച്ചാണ് ഇരുന്നിരുന്നതെന്ന് യാത്രക്കാരിയും പറഞ്ഞു. വാഹനം വിട്ട് കയറി വരുന്ന കണ്ടായിരുന്നു. റോങ് സൈഡിൽ വണ്ടി വരുന്ന കണ്ടുകൊണ്ട് നമ്മൾ മാക്സിമം വെട്ടി നമ്മൾ റോഡിന് വെളിയിലാക്കി റോഡിൽ ഒതുക്കി നിർത്തി വണ്ടി നിർത്തി വെച്ചു. ഇവന്മാർ വളവ് വീശി വന്ന് നമ്മളെ മൊത്തത്തിൽ ചേർത്ത് വെച്ചു, ഉരച്ചിട്ട് ഇവൻ തലയെടുത്ത് വെളിയിലിട്ട് നോക്കിയിട്ട് ഇവൻ വണ്ടി വിട്ടേ കളഞ്ഞു. അത്രയും കയറ്റമായിട്ട് ഇവൻ ഫസ്റ്റ് ഗിയർ തന്നെ കൊളുത്തിയ വണ്ടി അറിഞ്ഞത്. നമ്മളിതിൻ്റെ പുറകെ പോയിട്ട് ഇവനെ വണ്ടി ഞങ്ങൾ ഓവർടേക്ക് ചെയ്തു. അപ്പം തമിഴന്മാരുടെ വണ്ടി നമുക്ക് കാര്യം മനസ്സിലായി. അപ്പോഴേക്ക് ഞങ്ങൾ അടുത്ത പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ട് ഇവന്മാരെ ഓവർടേക്ക് ഞങ്ങൾ ഫ്രണ്ടിൽ കയറി. ഇവരെ കണ്ടു. ഇവിടെ വെളിയിറങ്ങി ഇവനോട് ചോദിച്ചപ്പോൾ ഇവനെ അറിയത്തില്ലെന്ന് പറഞ്ഞു. വെളിയിറങ്ങി ഇവനെ നോക്കുന്ന സമയത്ത് ഇവനെ ഊതിക്കാൻ പറഞ്ഞു. ഊതിച്ച സമയത്ത് ഇവൻ ഭയങ്കരമായിട്ട് മദ്യപിച്ചിട്ടുണ്ട്. ലിജോ റോളൻസ് വിവരങ്ങൾ നൽകും. ലിജോ, ഡ്രൈവർ മദ്യപിച്ചുണ്ടാക്കിയ പരാക്രമണമാണോ ഇത്? അങ്ങനെയാണ് തെന്മല പോലീസിൽ നിന്നും മനസ്സിലാകുന്ന കാര്യം. ഇന്നലെ രാത്രിയോടുകൂടെ അന്തർ സംസ്ഥാന സർവീസ് നടത്തിയ തമിഴ്നാട്ടിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന വെട്രി ട്രാവൽസിന്റെ ബസ്സാണ് മറ്റൊരു വാഹനത്തിന് ഇടിച്ച ശേഷം നിർത്താതെ പോവുകയും ചെയ്തത്. ആ പ്രതികരണത്തിൽ തന്നെ ഇനി ഒരു യാത്രക്കാരിയുടെ പ്രതികരണം കൂടെയുണ്ട്. അവർ അതിൽ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ പേടിയാവും. ആ വാഹനത്തിൽ കയറിയത് മുതൽ എത്രത്തോളം ഭയാനകമായി ജീവൻ കയ്യിൽ പിടിച്ചുകൊണ്ടാണ് അവർ ഇരുന്നത് എന്നുള്ളത് അതിൽ നിന്ന് വ്യക്തമാവുകയും ചെയ്യുന്ന ഒരു കാര്യമാണ്. ഈ ഒരു വാഹനത്തെ ഇടിച്ചതിന് ശേഷം നിർത്താതെ പോയപ്പോൾ ഈ സംസാരിച്ച യുവാക്കൾ അത് ഓവർടേക്ക് ചെയ്ത് നിർത്തുകയും തെന്മല പോലീസിൽ വിവരം അറിയിക്കുകയും ചെയ്തു. പോലീസ് എത്തിയ ഉടനെ തന്നെ ആ ദൃശ്യങ്ങളിൽ കാണാം, ആ ബസ്സിൽ നിന്നും ആ ഡ്രൈവർക്ക് നേരെ ഇറങ്ങാൻ പോലും കഴിയുന്നില്ല. അവിടെ ആ ബ്രത്ത് അനലൈസർ വഴി പരിശോധന നടത്തിയപ്പോൾ ആ മദ്യത്തിന്റെ സാന്നിധ്യം കണ്ടെത്തുകയും ചെയ്തു. പിന്നാലെ ആശുപത്രിയിലും മാറ്റുകയും ചെയ്തു എന്നുള്ളതാണ് പറഞ്ഞത്. കൊല്ലത്ത് നിന്നും ചെന്നൈയിലേക്ക് സർവീസ് നടത്തുന്നതാണ് ഈ ബസ് എന്ന് പറയുന്നത്. തെന്മലയ്ക്കും ആര്യങ്കാവിനും ഇടയിലുള്ള സ്ഥലത്ത് വെച്ചായിരുന്നു ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. ഈ മദ്യപിച്ച് വാഹനം ഓടിക്കുന്ന സംഭവങ്ങൾ ഇത്തരത്തിലുണ്ടായതോടുകൂടെ പരിശോധന ശക്തമാക്കുന്നുള്ള ഒരു കാര്യം പോലീസ് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ശരി, ലിജോ റോളൻസ് ആണ് വിവരങ്ങൾ നൽകിയത്.